ജീവിതത്തിൽ പ്രസൻറ്റ് മൂമെൻറ്റ്, അതായത് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ടാസ്ക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ മാത്രമല്ല, ഇപ്പോൾ പല സുഹൃത്തുക്കളെയും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കഴിഞ്ഞ നിമിഷത്തെ ആ വിഷമങ്ങൾ പറഞ്ഞ് അതിനകത്ത് നൊമ്പരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ കാണാറുണ്ട്. അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ നോക്കിയുള്ള ആൻസൈറ്റി, ഡിപ്രഷൻ, അത് നടക്കുമോ, അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടോ, ഫ്യൂച്ചറിൽ എനിക്കത് കിട്ടുമോ എന്നുള്ള ആൻസൈറ്റി, ഇത് ഭയങ്കരമായിട്ട് എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ലൈഫിൽ ഞാൻ ജീവിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു പലപ്പോഴും. കഴിഞ്ഞ നിമിഷത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ സ്കൂൾ ജീവിതത്തിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാനൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആലോചിച്ചു, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ കഷ്ടപ്പെട്ട് അമ്മ എന്നെ വളർത്തി നല്ല സ്കൂളുകളിലൊക്കെ പഠിക്കാൻ വിട്ടിട്ട് നല്ല മാർക്ക് മേടിക്കാൻ ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം എന്നെ വല്ലാതെ അകറ്റിക്കൊണ്ടിരുന്നു. ഇത് പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് ഓരോ നിമിഷവും വേസ്റ്റാക്കിയതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. കോളേജിൽ പോയപ്പോൾ തന്നെ കോളേജിൽ 3 വർഷക്കാലവും രാഷ്ട്രീയ പ്രവർത്തനമായി നിന്ന് ധാരാളം സമയം സ്പെൻഡ് ചെയ്ത് പലപ്പോഴും അതിനകത്തൊക്കെ റിസൾട്ട് കുറയുമ്പോൾ ഡിപ്രസ്ഡായിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വേദനപ്പെട്ട് നൊമ്പരപ്പെട്ടിരിക്കുന്ന അവസ്ഥകളുണ്ട്. ബിസിനസ്സിൽ പലപ്പോഴും ഫെയിലിയർ ആകുമ്പോൾ അത് ചെയ്യേണ്ടായിരുന്നു, അയ്യോ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അപ്പം പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞ ലൈഫ് എന്ന് പറയുന്നത് ഒരു റീറ്റേക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ നിമിഷം എന്ന് പറയുന്ന ഒരു സാഹചര്യം അതൊരു മൊമെൻ്റ് മാത്രമാണ്. അത് കഴിഞ്ഞു. ആ കഴിഞ്ഞ നിമിഷം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. ഇനി നമ്മളുടെ അടുത്തുള്ളത് ഈ നിമിഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആൻസൈറ്റിക്ക് വലിയ കാര്യമില്ല. പല സുഹൃത്തുക്കളും ഡിപ്രസ്ഡായി നിൽക്കുന്ന കാണാം. നമ്മൾ ഇതിലൊരു എക്സാം എഴുതി റിസൾട്ട് വന്നില്ല, അത് കിട്ടുമോ, അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ കിട്ടിയില്ലെങ്കിൽ PSC എക്സാമൊക്കെ എഴുതി അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാം. ഈ സാഹചര്യത്തിൽ അത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഇപ്പം നമ്മൾ ജീവിതത്തിൽ ഭയങ്കര ഡ്രീം സെറ്റ് ചെയ്ത്, ഗോൾ സെറ്റ് ചെയ്ത്, അത് നടക്കുമോ, അതിനെക്കുറിച്ചുള്ള ആൻസൈറ്റി, അതിനെക്കുറിച്ചുള്ള ഡിപ്രഷൻ, ഇങ്ങനെ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്നാൽ ഈ പാസ്റ്റിലെ സാഡ്നെസ്സും ഫ്യൂച്ചറിലെ ആൻസൈറ്റിയും ഡിപ്രഷനും ഭയങ്കരമായിട്ട് നമ്മളെ സക്ക് ചെയ്ത് നമ്മുടെ എനർജി മുഴുവൻ ലൂസായിക്കൊണ്ടിരിക്കും. നമുക്കൊരു ഗ്രോത്ത് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എവിടെയെങ്കിലും രാവിലെ എഴുന്നേറ്റ് വളരെ ഡിപ്രസ്ഡായിട്ട് എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിരിക്കുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒരു ബുക്ക് വായിക്കാനിരിക്കുമ്പോഴും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പ്രക്രിയ ചെയ്യുമ്പോഴും കഴിഞ്ഞ ഒരു കുറേ നേരം നമ്മൾ കഴിഞ്ഞ നിമിഷങ്ങളിൽ വെച്ച് ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് ഇച്ചിരി കൂടി റിസൾട്ട് കിട്ടിയേനെ, അല്ലെങ്കിൽ ഞാനത് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് അയ്യോ അത് കിട്ടുമോ, നടക്കുമോ, ഞാൻ ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അത് നടന്നില്ലല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ എനിക്ക് റിസൾട്ട് കിട്ടിയേനെ എന്ന് പറഞ്ഞ് പാസ്റ്റ് സാഡ്നെസ്സും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ, ഫ്യൂച്ചറിൽ നടക്കുമോ എന്നുള്ള ആൻസൈറ്റി, ഡിപ്രഷൻ, ഇത് നമ്മുടെ മൈൻഡിനെ അങ്ങ് കില്ല് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പ്രസൻറ്റ് ആയിട്ടുള്ള ലൈഫ്, ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതൊരു ഹെവി ടാസ്ക്കാണ്. അങ്ങനെ ജീവിക്കാൻ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിലുള്ള വിജയം കൊയ്തെടുക്കാൻ പറ്റും. അതിനാദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ പ്രസൻറ്റ് മൊമെൻറ്റ്സിലേക്ക് നിർത്താൻ, എപ്പോഴും ആ വൈബ് നിർത്താൻ ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും അനുയോജ്യമായി ഞാൻ കണ്ടെത്തിയൊരു മെത്തേഡ് മെഡിറ്റേഷൻ തന്നെയാണ്. നമ്മൾ വളരെ സൈലൻ്റായിട്ട് ഇരുന്ന് നമ്മുടെ ഈ നന്നായിട്ട് ബ്രീത്ത് ചെയ്ത് നമ്മുടെ ഈ നിമിഷത്തിലൊന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ, ഈ നിമിഷമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ തൊട്ടടുത്ത നിമിഷം എന്താവെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഈ നിമിഷം വളരെ പോസിറ്റീവായിട്ട്, ഈ നിമിഷത്തിൽ നല്ല റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അടുത്ത നിമിഷം അടിപൊളിയായിരിക്കും, അത് നല്ലതായിട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ നിമിഷത്തിൽ നല്ല ബ്രീത്ത് എടുക്കുക, നല്ല എനർജി ഉണ്ടാക്കുക, അതാണ് ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. തൊട്ടടുത്ത നിമിഷം എന്ന് പറയുന്നത് ഈ നിമിഷത്തെ ആസ്പദമാക്കിയിരിക്കും. ഈ നിമിഷം സ്ട്രെസ്ഡ് ആണെങ്കിൽ തൊട്ടടുത്ത നിമിഷം അതിനേക്കാൾ സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ നിമിഷത്തിൽ തന്നെ ജീവിക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കല, അത് നമ്മൾ പലരും അതിനെ മതത്തിൻ്റെ പേരിലൊക്കെ കാണാറുണ്ട്. പക്ഷേ അതൊന്നുമല്ല. നമ്മൾ ഒരിടത്ത് ഇരുന്ന് സൈലൻ്റായിട്ട് ഇരുന്ന് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതും നമ്മളെക്കുറിച്ച് തിരിച്ചറിയുന്നതും നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നതിന് മെഡിറ്റേഷൻ പോലെ ഒരു പ്രോസസ്സ് നമുക്ക് പലപ്പോഴും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ പലയിടത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മളിലേക്ക് നോക്കാൻ കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഈ മെഡിറ്റേഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് പ്രസൻറ്റ് ലൈഫിലേക്ക് നിൽക്കാൻ സാധിച്ചു. പക്ഷേ പാസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തു, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന്, അതിന് ഇനി ഒരു റീടേക്ക് ഇല്ല എന്ന് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകാൻ സാധിക്കൂ. ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ചെയ്യണമെങ്കിൽ പ്രസൻറ്റിൽ നമ്മൾ നിന്നേ പറ്റും. പ്രസൻറ്റിൽ നല്ല തോട്ട്, നല്ല ഫീലിങ്സ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്
ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു കാര്യം. പ്രസൻറ്റ് എന്ന് പറയുന്നതിനെ നല്ല തോട്ട് പ്രോസസ്സ് കൊടുക്കുക, നല്ല ചിന്തകൾ കൊടുക്കുക, നല്ല ഫീലിങ്സ് പ്രസൻറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക, നല്ല നല്ല ചിന്തകൾ, വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല ചിന്തകൾ അപ്ലോഡ് ചെയ്ത് നന്നായി ഫീലിങ്സ് കൊടുക്കുക എന്നുള്ളൊരു മൊമെൻറ്റ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് ദ സെക്കൻഡ് തോട്ട് പ്രോസസ്സായിട്ട് ഞാൻ കണ്ടത്. അപ്പം ജീവിതത്തിൽ പ്രസൻറ്റിൽ നല്ല തോട്ട് പ്രോസസ്സ് കൊടുത്ത് നല്ല ഫീലിങ്സ്, ഹാപ്പി ഫീലിങ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിക്കപ്പെടും, നമുക്ക് നല്ല എനർജറ്റിക് ആയിരിക്കും, ആ പുതിയ ചിന്തകൾ നമുക്ക് അടുത്ത നിമിഷത്തിൽ പുതിയ കാര്യങ്ങൾ നല്ലത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പോൾ നല്ല കാര്യങ്ങൾ പറയുകയും നല്ല കോട്ട്സ് വായിക്കുകയും നല്ല പുസ്തകങ്ങൾ റീഡ് ചെയ്യുകയും നല്ല സിനിമകൾ കാണുകയും നല്ല നല്ല ആളുകളുമായി വ്യക്തിത്വമായിട്ട് സംസാരിക്കുകയും ചെയ്ത് നല്ല ഫീലിങ്സ്, മാക്സിമം ഫീലിങ്സ് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുമ്പോൾ ഹാപ്പി ഫീലിങ്സ് നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ സാധിക്കുമ്പോൾ അത് ഒരു വലിയൊരു റിസൾട്ടിലേക്ക്, ഫ്യൂച്ചറിസ്റ്റിക് വലിയൊരു റിസൾട്ടിലേക്ക് എത്താം. അത് നമുക്കൊരു അറ്റൻഷൻ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നല്ല ഫീലിങ്സ് കൊടുത്തേ പറ്റൂ, നല്ല തോട്ട് പ്രോസസ്സ് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് ഒരു അവെയർനെസ്, ഒരു അറ്റൻഷൻ ഞാൻ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയെക്കുറിച്ച് നല്ല അവെയർനെസ് കൊണ്ടുവന്നു. നമ്മുടെ ബോഡി നമ്മുടെ തോട്ട് പ്രോസസ്സുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ചിന്തകൾ വളരെ നെഗറ്റീവും സ്ട്രെസ്ഡും ആണെങ്കിൽ ഇത് നമ്മുടെ ബോഡിയെ ബാധിക്കും. നമ്മൾ ഒത്തിരി അസുഖങ്ങൾക്ക് അടിമപ്പെട്ടു പോകും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ അസുഖത്തിന് കാരണം സ്ട്രെസ്സ്, സ്ട്രെയിന്, നമ്മുടെ തോട്ട് പ്രോസസ്സൊക്കെയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ്, നമ്മൾ കൊടുക്കുന്ന ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഫീലിങ്സ്, ആങ്സൈറ്റി ആയിട്ടുള്ള ഫീലിങ്സ്, ഇതെല്ലാം നമ്മളെ ബോഡിയെ കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആ ഒരു തിരിച്ചറിവാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയത് മുഴുവൻ. അപ്പോൾ ആ ഫീലിങ്സ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഹാപ്പി ആയിട്ടുള്ള ഫീലിങ്സ്, മറ്റുള്ളവരടുത്ത് താങ്ക്ഫുൾ ആയിട്ടുള്ള ഫീലിങ്സ്, മറ്റുള്ളവരടുത്ത് ഫോർഗീവ് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥ, ഇതെല്ലാം പ്രസൻറ്റ് ലൈഫിനെ ഫോക്കസ് ചെയ്യാൻ, പ്രസൻറ്റ് ലൈഫ് നല്ല കരുത്തുണ്ടാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബോഡിയെക്കുറിച്ച് അറ്റൻഷൻ ഉണ്ടാവുക, കൂടുതൽ സമയം നമ്മൾ നേച്ചറുമായിട്ട് ഇരിക്കാൻ, ഒരു മുറിയിൽ അടച്ച് തൂങ്ങിയിരിക്കാതെ നേച്ചറുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ളൊരു ധൈര്യം, അതിനുള്ളൊരു തീരുമാനം എടുക്കണം. നമ്മൾ യാത്രകൾ പോകണം, ആളുകളുമായിട്ട് കാണണം, പുതിയ ആളുകളെ പരിചയപ്പെടണം, പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ പുതിയ തോട്ട് പ്രോസസ്സ്, പുതിയ ഫീലിങ്സ്, പുതിയ ചിന്തകൾ നമുക്ക് കിട്ടും. അങ്ങനെ പുതിയ ആളുകളെ പരിചയപ്പെടാനും അങ്ങനെ കുറേ എൻജോയ്മെൻറ്റ് നമ്മൾ ജീവിതത്തിലേക്ക് കണ്ടെത്തും. അപ്പോൾ അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ചെന്നുള്ളൂ. അപ്പോൾ ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പല സ്ഥലങ്ങൾ സന്ദർശിക്കുക, അവിടുത്തെ അറിവുകൾ മനസ്സിലാക്കുക, പുതിയ ആളുകളെ പരിചയപ്പെടുക. ഈ തോട്ട് പ്രോസസ്സ്, ഈ ഫീലിങ്സ്, പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ പ്രസൻറ്റ് ലൈഫിലേക്ക് നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുത്തപ്പെടും. അങ്ങനെ പ്രസൻറ്റ് ലൈഫിലേക്ക് നിൽക്കുമ്പോഴേ നമ്മുടെ പാസ്റ്റിനെ കുറിച്ചുള്ള സാഡും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആൻസിറ്റിയും ഡിപ്രഷനൊക്കെ നമുക്ക് മാറി ഓരോ ആളുകളുടെ ജീവിത രീതി, കൾച്ചർ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഫുഡ് കൾച്ചർ, രീതികൾ, ഇതെല്ലാം മനസ്സിലാക്കി ആ യാത്രകൾ നമുക്ക് സംഭാവന ചെയ്യുന്ന ഒരു ഹാപ്പി ഫീലിങ്സ് ഉണ്ട്, ഹാപ്പി ഹോർമോൺസ് ഉണ്ട്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ യാത്രകൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആളുകളുമായിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഇതെല്ലാം നമ്മൾ അർപ്പിച്ച് വേണം പോകാൻ. ആ യാത്രയിലുടനീളം ഒത്തിരി ആളുകളെ ഹഗ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ, അവർ നമുക്ക് തരുന്ന അറിവിനെല്ലാം താങ്ക്ഫുൾ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ വളരെ രസകരമായിട്ടും വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ പ്രസൻറ്റ് മൂമെൻറ്റിൽ പോകാൻ പറ്റും എന്നുള്ളതാണ്. അത് എന്താ പറയുന്നത്, നമ്മളെ തിരിച്ചറിയുക എന്നുള്ളത്, നമ്മൾ ക്ഷമാപൂർവം നമ്മളെ തിരിച്ചറിഞ്ഞ് വളരെ നന്നായിട്ട് നമ്മുടെ കൈൻഡ് ടു യുവർ സെൽഫ് എന്നുള്ള ആ ഒരു വാചകം, നമ്മൾ ഒരു ക്ഷമ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ട് എപ്പോഴും എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിലൊക്കെ പോയി ജോയിൻ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്യും. പിന്നെ നമ്മൾ ഈ വലിയ ടാസ്കുകൾ, വലിയ സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ചെറിയ ടാസ്കുകളായിട്ട് ചെറുതാക്കി ചെറിയ സ്റ്റെപ്പുകൾ എടുത്താൽ, ലൈഫിൽ ചെറിയ കാര്യങ്ങളിൽ സ്റ്റെപ്പുകൾ എടുത്താൽ നമുക്ക് ഭയങ്കരമായിട്ട് പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. പ്രസൻറ്റ് നിമിഷത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഈ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തില്ലെങ്കിൽ നമുക്ക് ആ പ്രസൻറ്റ് മൂമെൻറ്റിൽ ഫോക്കസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ചെറുതാകുമ്പോൾ വളരെ സ്മോളാണ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ എന്നൊരു തോന്നൽ വരും. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും, ചെറിയ മൊമെൻറ്റ്സിന് പോലും നമ്മൾ താങ്ക്സ് പറയാൻ നമ്മുടെ കുട്ടികളെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും പഠിപ്പിക്കണം, അവരുമായിട്ട് ഹഗ് ചെയ്യാൻ പഠിപ്പിക്കണം. അപ്പോൾ കുട്ടികൾ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും താങ്ക്സ് പറയുന്നു. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എഴുന്നേറ്റുന്നൊരു പ്രകൃതിയോട് താങ്ക്സ് പറയുന്നു, എനിക്കിന്ന് എഴുന്നേൽക്കാൻ. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, കഴിഞ്ഞ ദിവസം രാത്രി കിടന്നുറങ്ങിയ എത്ര പേരുണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടില്ല. കാരണം ഇന്നത്തെ പ്രപഞ്ചം കാണാൻ അവർ പറ്റില്ല, അവർ മരണപ്പെട്ടു പോയി. അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുള്ള എത്ര ആളുകളുണ്ട്. നമ്മൾ ഇപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ പറ്റിയല്ലോ, താങ്ക്സ് ഗോഡ്, ഭയങ്കര മനോഹരമാവും, ഭയങ്കരമായിട്ട് സുന്ദരമാക്കാൻ പറ്റും.
അങ്ങനെ ഒരു പ്രസൻറ്റ് ലൈഫിലേക്ക് ജീവിക്കാൻ പറ്റിയപ്പോൾ എനിക്കുള്ള മാറ്റം, എൻ്റെ ലൈഫിനുള്ള മാറ്റം ഭയങ്കര വലുതാണ്. അത് ഞാൻ റിയലി വളരെ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്.